നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ ബുച്ച് വിൽമോറും സുനിത വില്യംസും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കഴിയാൻ തുടങ്ങിയിട്ട് 5 മാസമായി. ബഹിരാകാശ വാഹനത്തിൻ്റെ ചില സാങ്കേതിക തകരാറുകൾ കാരണം 61കാരനായ ബുച്ച് വിൽമോറിനും 59കാരിയായ സുനിത വില്യംസിനും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. സ്വന്തം മൂത്രം ഉപയോഗിച്ചുള്ള സൂപ്പാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാന ഭക്ഷണം. 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യവുമായി യാത്ര പുറപ്പെട്ട ബഹിരാകാശ സഞ്ചാരികളായ ശാസ്ത്രജ്ഞർ 5 മാസമായി ബഹിരാകാശ സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഭൂമിയിൽ നിന്നും 254 മൈൽ ഉയരത്തിലാണിപ്പോൾ അവർ ഉള്ളത്. 2025 ഫെബ്രുവരി മാസത്തിൽ സ്പേസ് എക്സ് ഡ്രാഗൺ എന്ന വാഹനമെത്തി അവരെ തിരികെ എത്തിക്കും വരെ അവിടെ അവർ കഴിയണം. അപ്രതീക്ഷിതമായ കാലതാമസമാണ് യന്ത്ര തകരാർ മൂലം അവർക്ക് ഉണ്ടായത്. തുടക്കത്തിൽ പിസ്സ, റോസ്റ്റ് ചെയ്ത ചിക്കൻ, ചെമ്മീൻ, ഫ്രഷായിട്ടുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് തുടങ്ങിയവയാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. 530 ഗാലൻ വെള്ളം അവർ കരുതിയിട്ടുണ്ടായിരുന്നു. പാൽപ്പൊടിയും ചില ധാന്യങ്ങളും ഉപയോഗിച്ചുള്ള പ്രാതൽ അവർ കഴിക്കുന്നുണ്ട്. ഭക്ഷണത്തേക്കാൾ സ്പേസിലെ മൈക്രോ ഗ്രാവിറ്റി കാരണമാണ് ശരീരം മെലിയുന്നത് എന്നാണ് സുനിത വില്യംസ് പറയുന്നത്. സീറോ ഗ്രാവിറ്റി കാരണം കാന്തശക്തിയുള്ള പാത്രം ഉപയോഗിച്ചിട്ടാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നത്. ഭക്ഷണത്തിൻ്റെ ക്ഷാമം ഇല്ലെന്നാണ് നാസ വിദഗ്ധർ പറയുന്നത്. എങ്കിലും മൂത്രം അവരുടെ അതിജീവനത്തിന് ഏറ്റവും സഹായകമായിട്ടുണ്ടെന്ന് അവർ പറയുന്നു.